ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോകുന്നു കേട്ടോ. ചെറിയ മഴയൊക്കെ ഉണ്ട്, നിർത്താതെ പെയ്യുവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ദോശയ്ക്കൊക്കെ അരച്ച് വെച്ചു. ദോശയ്ക്കല്ല, സോറി, ഇഡ്ഡലിക്ക്. പക്ഷേ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഞാൻ ഒരേ രീതിയിൽ തന്നെയാണ് അരയ്ക്കുന്നത്, അല്ലാതെ പ്രത്യേകതരം കുറച്ചുകൂടെ കട്ടിയായിട്ട് ഇഡ്ഡലിക്കൊന്നും എടുക്കാറില്ല. ഞാൻ ദോശയ്ക്കും ഒരേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ കൂടുതൽ ഉഴുന്നിടുന്നേ ഉള്ളൂ, കുറച്ച് ചോറും കൂടെ അധികം ഇടും. എന്നിട്ടുണ്ടല്ലോ ഇതെല്ലാം ഇതാക്കിയിട്ട് നല്ലോണം കലക്കിയൊക്കെ വെച്ച് കിടന്നൊക്കെ ഉറങ്ങി. രാവിലെ എണീറ്റിട്ട് ഞാൻ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഡ്ഡലി അല്ലേ ഉണ്ടാക്കുന്നത്. അങ്ങനെ നിറയെ കാന്താരി ഇട്ട് കേട്ടോ. മറ്റേ മുളക് ഞാൻ വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് കാന്താരി ഇട്ടു. പുറത്തോട്ടല്ലോ നല്ല മഴ പെയ്യുകയാണ് കേട്ടോ. നല്ല മഴയല്ല എന്ന് പറയാൻ, ഇത് ഇടത്തരം മഴ. എന്നിട്ടുണ്ടല്ലോ ഇത് അരച്ച് വെച്ചതെല്ലാം ചേർത്ത് ഞാൻ ആ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കേട്ടോ, കടുകൊക്കെ താളിച്ചതിന് ശേഷം. പക്ഷേ എൻ്റെ ഈ ചമ്മന്തിയുടെ കളറുണ്ടല്ലോ, ഒരു വെള്ള ചമ്മന്തിയല്ല, ഒരു ഇളം എന്താ റെഡ് കളർ പോലെയൊക്കെ ആയിട്ടുണ്ട്. കാര്യം എന്താ, കാന്താരിയുടെ കളറാണ് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഞാൻ കുളിച്ചിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി കേട്ടോ. ഇന്ന് ആയില്യമാണ്, അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചത്. എന്നിട്ട് ഓരോ തട്ടിൽ എണ്ണയൊക്കെ തടവിയ ശേഷം കോരിയൊക്കെ ഒഴിച്ചു കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റുകളിലുണ്ടല്ലോ ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നത് ഇഡ്ഡലിയാണെന്ന്. കാര്യം അരച്ച് വയ്ക്കുന്ന പാടുള്ളൂ. വേഗം ഒരുപാട് തട്ടുള്ള ഇഡ്ഡലി ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു തട്ട് പുഴുങ്ങിയാൽ മതി. അതായത് ഞാൻ ഒരൊറ്റ പ്രാവശ്യമേ പുഴുങ്ങത്തുള്ളൂ കേട്ടോ. അതായത് ഞങ്ങൾക്കത് മതി. കാര്യം അത്രയല്ലേ, നമ്മൾ 3 പേര്, പിള്ളേരധികം ഒന്നും കഴിക്കാറില്ല, ഞാനും അധികം ഒന്നും കഴിക്കാറില്ല. ആൾക്കാർ കൂടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ കോരിയൊക്കെ ഒഴിച്ച് നിന്ന് വെളിയിലോട്ട് നോക്കി മഴയൊക്കെ നോക്കി നിന്ന് എങ്ങനെ സ്കൂളിൽ വിടുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഞാൻ സ്കൂട്ടറിലല്ലേ കൊണ്ടാക്കുന്നത്. റെയിൻകോട്ടൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ ആലോചിക്കും ഇനി എങ്ങനെ കൊണ്ടാക്കും, സ്കൂളിൽ കിടന്ന് ഓടോ മഴ നനയോ എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നിന്നപ്പോൾ ഇഡ്ഡലി ശരി. ഞാൻ എന്നിട്ടൊരു പപ്പടം കുത്തി എടുത്തിട്ടുണ്ടല്ലോ, എല്ലാത്തിലും ഇങ്ങനെ കുത്തി നോക്കി വെന്തിട്ടുണ്ടോ. കാര്യമുണ്ട്, കുറച്ച് ഇച്ചിരി ലൂസായി പോയി മാവ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുത്തി നോക്കിയത് കേട്ടോ, കാര്യം വെന്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ ഉണ്ടാക്കി. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ പെർഫെക്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഇളക്കിയൊക്കെ എടുത്ത് നല്ല എളുപ്പത്തിൽ ഇളകി വരികയും ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല ഇഡ്ഡലി ആയതുകൊണ്ടല്ലേ. എന്നിട്ട് മോന് ഇഡ്ഡലിയും ചമ്മന്തി, ഞാൻ പറയില്ലേ ചമ്മന്തിയുടെ കളർ അങ്ങനെ ഇപ്പോൾ അതാ മുളകിൻ്റെയാണ്. എന്നിട്ട് മോന് കഴിപ്പിച്ചു കേട്ടോ. മോൻ പക്ഷേ 2 എണ്ണേ കഴിച്ചുള്ളൂ, മോന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഇഡ്ഡലി മോന്, ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞുവല്ലോ, ഞാൻ അരിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എന്തോ അതെൻ്റെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ശേഷം എന്നത്തെയും പോലെ തന്നെ പാത്രം കഴുകൽ അങ്ങനെ എല്ലാം കഴുകിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തങ്ങ് വച്ചു. ഇപ്പോൾ പൊതുവെ മഴയല്ലേ, എല്ലായിടും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇവിടെ മാത്രമല്ല, എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ മഴയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ മഴയെന്ന് പറയുന്നത് തുടരെ പെയ്യുന്നതിനോട് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം ഞാൻ പറയുന്നതല്ലല്ലോ പെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് പെയ്യുന്നതല്ലേ. എങ്കിലും ഞാൻ പറയും എനിക്ക് വെയിലാണ് ഇഷ്ടം. എന്നാൽ പിന്നെ ചൂടും സഹിക്കാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് ഈ പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള മഴയുണ്ടല്ലോ, അത് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഒറ്റയടിക്ക് മൊത്തത്തിലങ്ങ് പെയ്തങ്ങ് തീരണം, നല്ല പേരുമഴ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തോ അവിടെ കിടന്ന് ചാറുന്നുണ്ട്. എന്നിട്ട് മോനെയൊക്കെ സ്കൂളിൽ വിട്ടല്ലോ. എന്നതിന് ശേഷം ഞാൻ വന്നിട്ടുണ്ടല്ലോ, വീടിനകം എല്ലാം തൂത്തു. കപ്പലണ്ടി തിന്നതാന്ന് തോന്നുന്നു, മൊത്തം തൊലി കിടക്കുന്നു കേട്ടോ. ഞാൻ രാത്രി അങ്ങനെ കണ്ടില്ല, രാവിലെ ആയപ്പോഴാണ് കേട്ടോ കണ്ടത്. രാത്രി നേരത്തെ പിടിച്ച് കിടത്തി ഉറക്കിയതുകൊണ്ട് അങ്ങനെ പിന്നെ എല്ലാം തൂത്തൊക്കെ വാരി. എന്നിട്ടുണ്ടല്ലോ മിഷീനകത്താണ് കഴുകിയത്. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് മഴയല്ലേ, ഇറങ്ങാൻ പറ്റത്തില്ല. ഇന്നലെ ഞാൻ വൈകിട്ട് കഴുകിയിട്ടിരുന്നു കേട്ടോ. ആ തുണി വരെ മുറ്റത്ത് കിടപ്പുണ്ട്. കാര്യം അതെടുത്ത് ടെറസിൻ്റെ മണ്ടയിൽ കൊണ്ട് ഇടാം, മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എടുത്തിടാൻ പറ്റാത്ത സമയമായിപ്പോയി കേട്ടോ. അങ്ങനെ പിന്നെ ആ മുറ്റത്ത് കിടന്നത് മൊത്തം നനഞ്ഞു. ഞാൻ പിന്നെ ഇന്ന് അധികം തുണികളുണ്ടായിരുന്നു. എന്നിട്ട് മിഷീനകത്ത് പതുപോലെ ഞാൻ ചെയ്യുന്നത്, ആദ്യം ഇടും, കുറച്ച് ലിക്വിഡ് ഒഴിക്കും, പിന്നെ ബാക്കിയുള്ള തുണികളിടും, കുറച്ച് ലിക്വിഡ് ഒഴിക്കും. അങ്ങനെയാണ്. അപ്പോഴത്തേക്കും ഞാൻ അങ്ങനെയാണ് കഴുകുന്നത്. എനിക്ക് അങ്ങനെ ഞാൻ കഴുകത്തുള്ളൂ. എനിക്ക് ഈ മിഷീനകത്തോട് കഴുകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും മഴയായി പോയാൽ പെട്ടുപോകും. അങ്ങനെ കഴുകി. എന്നിട്ടതേ കണ്ടില്ലേ, മൊത്തം കിടന്ന് നനഞ്ഞുകൊണ്ട് കിടക്കും. ഇനി അത് വൈകിട്ട് വേണം ഈ മിഷീനകത്ത് കഴുകിയതും ഈ തുണിയും കൂടെ എടുത്ത് മണ്ടയിലിടാൻ. എന്നിട്ടുണ്ടല്ലോ ഈ ഫിഷ് ടാങ്കിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു തരം സ്റ്റോൺ ഉണ്ടല്ലോ, നമുക്ക് വാങ്ങിക്കാൻ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അവിടുത്തെ ഫിഷ് ടാങ്ക് അങ്ങ് മാറ്റിയപ്പോൾ അതവിടെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അത് നല്ലോണം കഴുകി കേട്ടോ. കാര്യം ഇതൊരു നല്ലൊരു സ്റ്റോണാണ്. പുറത്ത് നല്ല അത്യാവശ്യം നല്ല വിലയുള്ളതാണ്. ഒരു ചെറിയൊരു ഐറ്റത്തിന് തന്നെ ഒരു 300-400 രൂപ വില വരും കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി കാര്യമായിട്ട് വലുതാണ്. അതെല്ലാം നല്ല രീതിക്ക് അങ്ങ് സോപ്പിട്ടങ്ങ് കഴുകി നല്ല വൃത്തിയാക്കി ഒന്ന് ഉണക്കി നല്ലൊരു തുണി വെച്ച് തുടച്ചതിന് ശേഷമുണ്ടല്ലോ ഫിഷ് ടാങ്കിലങ്ങ് സെറ്റ് ചെയ്ത് കേട്ടോ. ഫിഷ് ടാങ്കിൽ വെള്ളം മാറ്റാൻ സമയമായി.
പോയി. എങ്കിലും ഞാനങ്ങ് സെറ്റ് ചെയ്തു, എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണാമല്ലോ എന്ന് കരുതി. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു കല്ല് വെള്ളത്തിൽ കിടക്കുന്ന അതേ രീതിയിലാണ് കേട്ടോ. എന്നിട്ട് ആ മീനുകളൊക്കെ കുറച്ച് നേരം അത് വച്ചപ്പോൾ അങ്ങ് മാറി നിന്നു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഹോളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൂടെയൊക്കെ കയറിയൊക്കെ അത് കളിച്ചു. ഒരുപാട് മീനുണ്ടായിരുന്നു കേട്ടോ. ഈ മീനുകളൊക്കെ ഞാൻ ഇപ്പോൾ രണ്ടാമത് വാങ്ങിച്ചതാണ്. കാര്യം ചെറിയ മീനുകളാണ്, പക്ഷെ വലിയ മീനായിരുന്നു. ഏകദേശം ഒരു 2-3 വർഷം അത് കിടന്നു കേട്ടോ. അതെല്ലാം പിന്നെ അങ്ങ് ചത്തുപോയി. എന്നിട്ട് ഇപ്പം വാങ്ങിച്ചതാണ് ചെറിയ മീൻ. എന്നിട്ട് അത് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കിടന്നൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് മോനെയൊക്കെ വിളിച്ചുകൊണ്ട് അവന് ചായ ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ അവന് ട്യൂഷൻ വിടണം. അപ്പോൾ അവൻ എന്തോ വന്ന് എൻ്റെ അടുത്ത് പറയണം, അങ്ങോട്ട് നിൽക്കും, ഞാൻ പോകുന്നത് വരെ അവിടെ തന്നെ നിൽക്കണം, ഞാൻ വളവ് തിരിയുന്നത് വരെ അവിടെ നിൽക്കണം. അങ്ങനെ ഞാൻ പിന്നെ ആ വളവ് തിരിയുന്നത് വരെയൊക്കെ അവിടെ നിന്നു കേട്ടോ. വീട്ടിലിട്ടേക്കുന്ന ഇൻ്റർലോക്കിലുണ്ടല്ലോ, ഈ ഇടകളിലൊക്കെ ഈ പുല്ല് വളരും. എന്ത് ചെയ്യാനാ, നമുക്ക് ആ സമയത്ത് അന്ന് ചെയ്ത സമയത്ത് അത്ര ഒരു പറഞ്ഞു തരാൻ ആളില്ലാത്തതാണോ അതോ എനിക്കറിയാത്തതാണോ എന്നുള്ളത് അറിയത്തില്ല. ഗ്യാപ്പിട്ടാണ് ആ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നത്. ആ ഗ്യാപ്പിനകത്ത് മൊത്തം ഈ പുല്ലുകൾ കിളിച്ച് വരികയാണ്. എന്ത് ചെയ്യാനോ, നല്ലൊരു പാടാണ് കേട്ടോ ഈ പുല്ലിരുന്ന് ഇങ്ങനെ പിച്ചുന്നത്. അത് ഒരു ഓണസമയത്തും അതിന് ശേഷവും ഞാൻ പിച്ചിയതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കയറുക. അത് നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അതൊരു വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി വേനൽ വരുമ്പോഴേ അതിനൊക്കെ പറ്റൂ. എന്നിട്ടുണ്ടല്ലോ എല്ലാം തൂത്തൊക്കെ വാരി തൂത്ത് മഴയൊന്ന് ഇച്ചിരി തോന്നി നിന്നപ്പോഴാണ് കേട്ടോ തൂത്തത്. കരിയിലകളൊന്നും തന്നെ പോകുന്നില്ല. മണ്ണിൻ്റെ ഇടയിലോട്ട് നിൽക്കണമെങ്കിലും ഒക്കെ തൂത്ത് വാരി കുളിച്ച് വിളക്കൊക്കെ കത്തിക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു നെയ്റ്റി എടുത്തിട്ട് കേട്ടോ പുതിയതൊക്കെ 2 കുഞ്ചലം പോലെ കിടക്കുന്നു. ഞാൻ ആ വാങ്ങിച്ചപ്പോൾ കൈയുടെ ആ ഒരു വള്ളി ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് ഭ്രാന്ത് വന്ന് ഞാനതങ്ങ് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഈ ഫാഷനല്ലേ നല്ലത്, ഇതാണെന്ന് തോന്നുന്നു നല്ലത്. മക്കളും പറഞ്ഞ് ഇങ്ങനെ ഇട്ടാൽ മതിയെന്ന്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ രാത്രി ചപ്പാത്തി ആക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പോയിരുന്ന് TV ഒക്കെ കണ്ടുകൊണ്ട് ചപ്പാത്തി കുഴയ്ക്കുവാണ്. അപ്പോൾ ഒരു നല്ലൊരു സിനിമ നടക്കുന്നുണ്ട്. ഒരുപാട് നാളായി ഞാൻ ഫുള്ളായിട്ടിരുന്നൊരു സിനിമ കണ്ടിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് ഇവിടെ ഇരുന്ന് തന്നെ ചപ്പാത്തി പരത്താമെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് തന്നെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ചപ്പാത്തി അങ്ങ് പരത്തി. ഞാൻ ആ കട്ടിംഗ് ബോർഡിലിട്ടാണ് കേട്ടോ പരത്തുന്നത്. അപ്പോൾ സിനിമയും കാണാം ചപ്പാത്തിയും പരത്താം. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തിയതിന് ശേഷം ഉണ്ടല്ലോ പോയി അങ്ങ് കയ്യോടെ അങ്ങ് ചുട്ടു കേട്ടോ. മക്കൾക്ക് ഇന്ന് ആഹാരം കൊടുത്തതിന് ശേഷമാണ് പഠിപ്പിക്കാനിരുത്തിയത്. കാര്യം മഴയൊക്കെയല്ലേ, വിശക്കുന്നെന്ന് പറഞ്ഞു. ഈ മഴ സമയങ്ങളിൽ പിള്ളേർക്കും മറ്റുള്ളവർക്കും നമുക്കും എല്ലാം പൊതുവേ വിശപ്പ് കൂടുതലാണ്. അങ്ങനെയുണ്ടല്ലോ ഇതെല്ലാം അങ്ങ് ചപ്പാത്തിയൊക്കെ അങ്ങ് റെഡിയാക്കി എടുത്തു. ചപ്പാത്തിക്ക് കറി ഉണ്ടല്ലോ, ഞാൻ ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ വെച്ചത്. ഉരുളക്കിഴങ്ങ് കറി വെച്ചത് കുറച്ചേ വെച്ചുള്ളൂ, മക്കൾക്ക് വേണ്ടി മാത്രം. ഞാനാണെങ്കിൽ മീൻകറിയാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ നെയ്യ് എനിക്ക് ചേർക്കാറില്ല, മക്കൾക്കാണ് കേട്ടോ നെയ്യൊക്കെ ചേർക്കുന്നത്. അങ്ങനെ നെയ്യൊക്കെ ചേർത്തുള്ള ചപ്പാത്തി മക്കൾക്കും കൊടുത്തു. ഞാൻ നെയ്യ് ചേർക്കാത്ത ചപ്പാത്തി മീൻകറിയും കൂടെ ഞാൻ കഴിച്ചു കേട്ടോ. മക്കളെയൊക്കെ വിളിച്ച് കൊടുത്ത് കഴിച്ചു. അതിനുശേഷം ഉണ്ടല്ലോ ഞാൻ മൂത്ത മോൻ അങ്ങനെ വാരി കൊടുക്കാറില്ല. അവൻ പറയാം അമ്മ ഞാൻ കഴിച്ചോളാം. പക്ഷെ അവൻ കഴിക്കുന്നത് തീരെ കുറവാണ്. ഇളയവൻ പക്ഷെ കഴിക്കും. അവൻ പറയാം അമ്മ എനിക്ക് വാരിത്തരാം. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ വാരിത്തരാം, അല്ലെങ്കിൽ അതും വെച്ചുകൊണ്ടിരിക്കും. കാര്യമായിട്ട് കുറേ പഠിക്കാനുണ്ട്, നീ പോയി പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞപ്പോൾ കാര്യമായിട്ട് തന്നെ പറഞ്ഞതെല്ലാം തുടക്കം കിട്ടും. അല്ലെങ്കിൽ ഇച്ചിരി കിടന്ന ഒരു നിർബന്ധം പിടിക്കുന്നതാണ്. അങ്ങനെ ബുക്കൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചപ്പോൾ ചറപറ അങ്ങ് പറഞ്ഞു കേട്ടോ. എന്താണെന്നറിയത്തില്ല അമ്മ, എനിക്ക് ഉറക്കം വരുന്നു, ചുമ്മാതെയാണോ എന്ന് അറിയാൻ വയ്യ. അങ്ങനെ എന്നാൽ പിന്നെ പറഞ്ഞ് നമുക്ക് നേരത്തെ കയറി കിടക്കാമെന്ന് പറഞ്ഞ് പുറത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ വാതിലൊക്കെ അടച്ച് ചെന്നപ്പോൾ ഉണ്ടല്ലോ മൂത്ത മോൻ എന്തോ ഇരുന്ന് എഴുതുവാണ്. അപ്പോൾ ഒരാളോട് കയറി അങ്ങ് കിടന്നിട്ട് അമ്മേ വാ നടന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ വാ നമുക്ക് കയറി കിടക്കാമെന്നൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.